Thank you so much for your energy because you delivered your energy for us. We all accept it. Thank you so much. Thank you, sir. After a long time. Yes, yes. Business എങ്ങനെ പോകുന്നു? More than my expectation. Wow. That's God bless. Thank you, sir. Thank you. The whole thing, Subilal. It's very logical. And what you did is you made all of us feel that we don't need to be Ratan Tata to be or to want to build or to need to build a brand. We all can do it. It's very achievable. Ennollor feeling thannitundu. That's really nice and very reassuring for normal human beings. Because we don't look like Ujjwala Raut, that girl, and we don't want to be like a Bobby Chemanur, and we can't aspire to be like a Ratan Tata. We can only be us, no? And you made it very doable. Thank you. Thank you, ma'am. Did I undervalue the personal branding? No? I thought you made it very real, so it was good for us to be able to I want to inspire people to take action. അല്ലെങ്കിൽ അതൊരു ഡ്രീം മാത്രമായിട്ടിരിക്കും. താങ്ക് യു മാം ഫോർ യു ഫീഡ്ബാക്ക്. ക്ലാസ്സായിരുന്നു. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ഒരു മിനിറ്റ് ഞാൻ ആരാ സംസാരിക്കുന്നത്? നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഒരുപാട് നോട്ട്സ് എഴുതിയെടുത്തു. എന്തായാലും എന്താ പറയാ, പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല വാല്യുബിൾ ആയ കാര്യങ്ങളായിരുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസന്റ് ചെയ്യൽ മാത്രമല്ല, അതിന് പുറകിലുള്ള എന്തൊക്കെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ വരുത്തേണ്ട വ്യത്യാസങ്ങൾ, ഞങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഗുഡ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതായിരുന്നു. താങ്ക് യു. സുബിലാൽ സാർ ഭയങ്കര ട്രാൻസ്ഫോർമേഷനാ പറയുന്നത്. നമ്മൾ അകത്താണല്ലോ നമ്മൾ ആൾറെഡി ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആൾറെഡി നമ്മളെയാണല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു ഇൻഫ്ലുവൻസ് ആണ് കിട്ടിയത് ഈ ഒരു സെഷനിൽ നിന്ന്. പിന്നെ സാറ് പറഞ്ഞു ഈ റീപ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ റീവയറിംഗ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ന്യൂറോൺസിന്. അപ്പോൾ അതൊരു വലിയൊരു ഇൻസൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഇതൊരു കിട്ടാത്തൊരു വിവരമാണ്. താങ്ക് യു സുബിലാൽ സാർ. താങ്ക് യു ഷക്കീബ്. താങ്ക് യു. കേൾക്കുന്നുണ്ടോ? ആരാണ്? നെജു. നമ്മൾ ആക്ച്വലി നമ്മുടെ മീറ്റിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ നമ്മുടെ ഈ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ റീസെന്റ് കഴിഞ്ഞൊരു 1.5-2 മാസമായിട്ട് ഞാൻ ഈ ന്യൂറൽ പാത്വേനെയും ഈ എനർജി മെത്തേഡും കാര്യങ്ങളൊക്കെ ഒരു പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു കേട്ടോ. ഈ പറഞ്ഞതെല്ലാം ഞാൻ ഓൾറെഡി ഒരു പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിപ്പോയി അങ്ങനത്തെ ഒരു കാര്യം. എന്തായാലും ഭയങ്കര നന്നായിട്ടോ. ഈ പ്രസന്റേഷൻ ഭയങ്കര കറക്റ്റ് ആണത്. ഞാനിങ്ങനെ അത് ഓരോന്നും ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഭയങ്കര കുറെ കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇങ്ങനെ തൊട്ട് പോയിന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ ഡെപ്ത് ഉള്ള ഒരു കണ്ടന്റ്സ് ആണ്. അതൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവില്ല അല്ലേ അതൊക്കെ തീരണമെങ്കിൽ. എന്തായാലും വളരെ നല്ല, ഞാൻ എല്ലാത്തിന്റെയും നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നാളെ എന്തായാലും നമുക്കത് ബാക്കി എന്തായാലും കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. താങ്ക് യു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് എങ്ങനെയുണ്ട് ഓവറോൾ? ബ്യൂട്ടിഫുൾ. ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ടൈം മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഭയങ്കര തകരാറിലായിരുന്നു. ഞാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കിൽ എന്റെ കംപ്ലീറ്റ് ടൈം മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ അത് പ്രോപ്പർ, അതൊക്കെ ഈ ന്യൂറൽ പാത്വേന്റെ ഒക്കെ സെറ്റിംഗ്സ് ആയിരുന്നു. ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. ഹൈലി ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. അടിപൊളി. അത് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അത് എന്റെ ലൈഫിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള കാര്യമാണ്. നമ്മൾ പോകുന്നതോടെ നമുക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുമല്ലോ, നമുക്ക് അറിയാതെ. ഡെഫിനറ്റ്ലി. താങ്ക് യു. ആക്ച്വലി നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടി. ഒരു ബ്രാൻഡിങ് പ്രോസസ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം ബ്രാൻഡിങ് ആണ്. ഇപ്പൊ എന്തും കണ്ടുകഴിഞ്ഞാൽ അറിയില്ല, മൊത്തം ബ്രാൻഡാണ്. അപ്പോ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഏതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്ത്
ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ പലപ്പോഴും എന്താ പറയുക, നമ്മുടെ കോർ പർപ്പസ് മറന്നുപോകും ഈ ബ്രാൻഡിങ് പോയിന്റിലേക്ക് വരുമ്പോൾ. നമ്മൾ ബ്രാൻഡായിട്ട് നിൽക്കും, ബട്ട് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്ന കോർ പർപ്പസ് മറന്നുപോകും. അങ്ങനെയുള്ള ചില പോയിന്റ്സ് ഞാൻ സ്പെഷ്യലി നോട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ എന്താ പറയുക, കറക്റ്റ് നമ്മുടെ ഏതാണോ കോർ പർപ്പസ് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ബ്രാൻഡിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടി. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് സെഷൻസ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ അതും പിന്നെ അവസാനത്തെ പോയിന്റിലേക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സരിൻ, താങ്ക് യു. ഓക്കെ സാർ, ഞാൻ പറയട്ടെ എന്തായാലും. ആ സാർ, ഞാനൊരു ബിഗിനർ ആണ്. ഞാനൊരു 2 മാസമായിട്ടുള്ള സാറിന്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് സാറിന്റെ വേ ഓഫ് പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടു ഭയങ്കര. അതിൽ തന്നെ എന്തോ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു സിൻസിയറിറ്റി ഉള്ള പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഒരു ബിഗിനർ ആണ്. എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പം എനിക്ക് ഭയങ്കര അറിവൊന്നുമില്ല ഇതിനകത്ത്. പക്ഷേ സാറിന്റെ ഇന്നലത്തെ ക്ലാസ് അത് വേറൊരു ലെവല്, ഇന്ന് വേറൊരു ലെവല്. ഇന്നലത്തെ പ്രത്യേകിച്ച് സബ് കോൺഷ്യസ് മൈൻഡിന്റെയും അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ, ഇമോഷൻ ഇന്റലിജൻസ്, ന്യൂറോൺസ്, അതൊക്കെ പാത്വ, അത് ആക്ച്വലി അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒരു 3 വർഷമായിട്ട് ഇങ്ങനെ പതിയെ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം ഓൺ ദ വേ, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ സാറ് പറഞ്ഞപ്പോ കുറച്ചും കൂടെ അത് ക്ലിയർ ആയി. ഓക്കെ, നമുക്ക് എവിടെയൊക്കെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യണം, എവിടെയൊക്കെ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. ഇന്നലെ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഒരു ധൈര്യമില്ലായ്മ കൊണ്ട് സംസാരിക്കുന്നതാണ്. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ സാറിന്റെ വിഷൻ ആൻഡ് മിഷൻ, അതാണ് എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് കേട്ടാ. ഒരാൾക്ക് ഏറ്റവും നല്ലതായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു മിഷൻ, എസ്പെഷ്യലി ഒരു സോഷ്യൽ ഗോൾ ഉണ്ടെങ്കിലാണ് എന്നും അവർക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിട്ട് അത് എന്നും അതിന്റെ പേരിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് സാർക്കുണ്ട്. അപ്പൊ ആ ഒരു ആംബിയൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പൊ സാറ് പറഞ്ഞ കുറെ കാര്യങ്ങളെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തിനാണ് കമന്റ് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ലീഡ് കിട്ടുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച് സാർ. ഇനിയും സാറിന്റെ ഗ്രോത്ത് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. സാറിന്റെ മിഷനിലോട്ട് എത്താനും അതൊക്കെ വിറ്റ്നസ് ചെയ്യാൻ ഇൻഷാല്ലാ നമ്മളുണ്ടാവും. പിന്നെ നമ്മൾ അതിന്റെ കൂടെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് അങ്ങനെ. ഓക്കെ താങ്ക് സാർ, യു ഓൾ ദ അസിയ, ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ക്ലാസ്. അപ്പൊ ഇത് ഭയങ്കര സിൻസിയർ ആൻഡ് ഒരു എന്താ പറയാ, പച്ചയായ ഒരു മനുഷ്യന്റെ എല്ലാ ആസ്പെക്റ്റിലും, ഫാമിലി, അവന്റെ സ്പിരിച്വാലിറ്റി എല്ലാം കവർ ചെയ്യുന്ന ഒരു സിൻസിയറിറ്റി, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിനകത്ത്. എല്ലാവർക്കും അത് ഉണ്ടാവൂല. ഒരു മണി മേക്കിംഗ്, ഓക്കെ, ഒബ്വിയസ്ലി സാറിന്റെ എഫേർട്ട് സാർക്ക് പൈസ കിട്ടണം. ബാക്കി പോർഷൻസ് ഇല്ലേ, നമുക്ക് അതുപോലെ സാറ് പറയുന്നുണ്ട്, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സാറ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയാലാണ് നമ്മൾ സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ ക്ലയൻസ്. അത് സാർ നല്ലോണം ചെയ്യുന്നുണ്ട്. അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് സാറുടെ ഓരോ ക്ലാസ് എടുക്കുന്നതിലും. ഈവൻ ഇപ്പൊ ടൈം ഈസ് മണി, സാറ് 1.5 മണിക്കൂർ പറയുന്നത് 2 മണിക്കൂറായിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഷെയറിങ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ. ഓക്കെ സാർ. താങ്ക് യു അസിയ, താങ്ക് യു. വെരി ജെന്യൂൻ ഫീഡ്ബാക്ക്. സുബിലാൽ സാർ, ഞാൻ താങ്കളുടെ വീഡിയോ വെബ് ഡിസൈനിങ് ഒക്കെ ബന്ധപ്പെട്ടിട്ടായിരുന്നു താങ്കളുടെ വീഡിയോ അത് കണ്ടിരുന്നത്. അപ്പോൾ അതിന് ഇൻസ്പയർഡ് ആയിട്ടാണ് താങ്കളെ പറ്റി അറിയുന്നത്. അപ്പോൾ താങ്കളുടെ ഇന്നത്തെ ഒരു സെഷൻ, ഇന്നലെ നമ്മൾ ഇന്നർ കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു. ഇന്നത്തെ ഒരു സെഷനിൽ എനിക്ക് ബോധ്യമായത് വളരെ ക്ലാരിറ്റി കിട്ടി. നമുക്കൊരു ഔട്ടറിൽ എന്തെല്ലാം ചെയ്യണം, നമുക്കിനി ഫ്യൂച്ചറിൽ എന്തെല്ലാം ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്നല്ല, ഒരു പ്രൊഡക്ട്സ് സെയിൽസ് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ കമ്പനിയുടെ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റോടും പിന്നെ നമ്മുടെ ബ്രാൻഡ് സ്റ്റോറിയും എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാം. പിന്നെ നമുക്ക് ബ്രാൻഡ് സ്റ്റോറി താങ്കളുടെ റിയൽ ലൈഫിൽ തന്നെ എങ്ങനെയൊക്കെ നിങ്ങൾ അതിനെ കൊണ്ടുവന്നു എന്നൊക്കെ എനിക്ക് ഒത്തന്റിസിറ്റി വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മുടെ നിങ്ങൾ ആ ഒരു ബ്ലെൻഡ് ചെയ്തു ഞങ്ങളുടെ ലൈഫും ഇതുമായിട്ട്. നിങ്ങളുടെ ഒരു വലിയൊരു എനിക്ക് സ്ട്രൈക്ക് ചെയ്താൻ കാരണം നമ്മുടെ ആ ഫാമിങ്, അതായത് നമ്മുടെ ഒരു കുളത്തിലേക്ക് നമ്മുടെ ആ മീനുകളെ നിങ്ങളെ അതൊരു ഭയങ്കര ഒരു നമ്മുടെ ഫാമിലോട്ട് മാത്രം നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന എല്ലാം നമ്മുടെ മീനുകളെല്ലാം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതൊരു വല്ലാത്തൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒന്ന് ഡിജിറ്റൽ സെറ്റപ്പിൽ നമ്മൾ എന്തെല്ലാം 1 2 3 4 5 6 എന്തെല്ലാം ക്രൈറ്റീരിയസ് നമുക്ക് ഇനി സെയിൽസിലാണെങ്കിലും നമ്മുടെ ഒരു കമ്പനിയുടെ അവരുടെ കസ്റ്റമേഴ്സിനെ സസ്റ്റെയിൻ ചെയ്യാനും അവരുടെ ബ്രാൻഡിങ്ങിൽ നമുക്കൊരു സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെല്ലാം കീപ്പ് ചെയ്യണം എന്നുള്ളതിന് വളരെ ഡെപ്ത് ആയിട്ട് ഇതൊരു ദിവസം കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന സംഗതി
അല്ല ആക്ച്വലി. പക്ഷേ സാർ അത് വളരെയധികം ക്രിസ്പി ആയിട്ട് ഞങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു ഷക്കീബ്. Okay. It was a wonderful session and great to know about your vision. Okay. Wish all success. Because നമ്മുടെ കേരളം ഇറ്റ്സ് റിയലി ലൈക്ക് എന്താ പറയാ ബിസിനസ് ഓൺടർപ്രിനേഴ്സ് അവിടെ ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു സ്ഥലമാണ്. ബിക്കോസ് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടും ആന്ധ്രാപ്രദേശൊക്കെ നമ്മുടെ എല്ലാം ഇപ്പൊ തന്നെ കിടെക്സ് തന്നെ ആന്ധ്രാപ്രദേശിലേക്ക് പോയല്ലേ. അപ്പൊ റിയലി നമ്മള് എന്താ പറയാ ഇപ്പൊ സ്റ്റേറ്റ്സ് എല്ലാം കൂടെ നോക്കുമ്പോ തന്നെ ഇന്ത്യ ആസാമിന് ശേഷം അല്ല സോറി കേരള ഇറ്റ്സ് കമ്മിങ് ലൈക്ക് ബിഹൈൻഡ് ആസാം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സ്റ്റിൽ വി ആർ ഹാവിംഗ് സോ മെനി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ കേരള. വി ആർ റിയലി പല കാര്യത്തിലും പിന്നിലാണ് അല്ലെ. ലൈക് വി ആർ ബിഹൈൻഡ്. അപ്പോഴത്തേക്ക് എനിക്കും കുറച്ച് വിഷൻ ഉണ്ട് റിയലി വുമൻ ഓൺടർപ്രണേഴ്സിനെ. ഞാനൊന്നും ആയിട്ടില്ല, ഭാവിയിലാണ് എന്റെ വിഷൻ. ബിക്കോസ് എക്സ്പോർട്ടിങ് കൂടിയാൽ നമ്മുടെ ഇന്ത്യ ഇനിയും നമുക്ക് ഫസ്റ്റ് പ്ലേസിൽ എത്തിക്കണം വേൾഡില്. പിന്നെ പിന്നെന്താ പൊളിറ്റിക്സ് ഒക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് ഭാവിയിൽ. Want to do something for other people.